അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് പോളിഷിങ് നമുക്കിപ്പോൾ 2-3 സ്റ്റെപ്പായിട്ട് ഉള്ള സർവീസസ് ഉണ്ട്. നോർമൽ പോളിഷിംഗ് ഉണ്ട്, അതേപോലെ നോർമൽ പോളിഷിംഗ് വിത്ത് വാക്സ്, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ കോട്ടിംഗ് എന്ന് പറയും. പിന്നെ വാഷിംഗ് വിത്ത് വാക്സ് എന്നൊക്കെ പറഞ്ഞ 2-3 ടൈപ്പ് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് കെമിക്കൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് എല്ലാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് നോർമൽ പോളിഷിംഗ് എന്ന് വരുമ്പോഴത്തേക്ക് 2 സ്റ്റെപ്പാണ് വരുന്നത് നോർമൽ പോളിഷിങ്ങിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ റൂപ്പസിൻ്റെ കോർസെ എന്ന് പറഞ്ഞ കെമിക്കലാണ് നമ്മൾ നോർമൽ പോളിഷിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. കോർസെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് സ്ക്രാച്ചസ്, കറക്ഷൻ ഓഫ് പെയിൻറ്റ് സ്ക്രാച്ചസ് ആണ് സംഭവം. പെയിൻറ്റിനകത്തുള്ള സ്ക്രാച്ചസ്, കാര്യങ്ങൾ, കറകൾ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ കറക്ഷൻ ഓഫ് പെയിൻറ്റ് സ്ക്രാച്ചസ് എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇതിൻ്റെ ഒരു സംഭവം ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടി നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അടിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ സ്ക്രാച്ചസും കാര്യങ്ങളെല്ലാം മാറി വണ്ടി ഏകദേശം ഗ്ലോസി ആവും. എക്സ്ട്രാ ഗ്ലോസി ആവാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു 2 സ്റ്റെപ്പാണ് നമ്മൾ ഒരു നോർമൽ പോളിഷിങ്ങിൽ ഒരു വണ്ടിയിൽ നമ്മൾ അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാഡ് നമ്മളിപ്പോൾ കോർസ്, അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്യുന്ന പാഡാണിത്. സെക്കൻഡ് സ്റ്റെപ്പിന് നമ്മൾ ഈ ഒരു യെല്ലോ പാഡ്, ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് എന്തുവാ സംഭവം കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കട്ടിങ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. കട്ടിങ് എന്ന് പറയുമ്പോൾ സ്ക്രാച്ചസ് കാര്യങ്ങൾ, സ്ക്രാച്ചസും അതേപോലെ നമ്മുടെ കറകളും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യുന്നു. അതിന് മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിന് മേളിലുള്ള ക്ലിയർ കോട്ടിംഗ് ഉണ്ട്. പെയിൻറ്റിന് മേളിൽ ഇതിപ്പോൾ ഈ ഒരു വണ്ടിയിൽ തന്നെ ആയാലും ക്ലിയർ ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പോൾ ഷൈനി ആയിട്ട് നിൽക്കുന്നത്. ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിൽ ഫെയ്ഡായിട്ടേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ക്ലിയർ ഉള്ള വണ്ടികൾ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ക്ലിയർ കോട്ടിൻ്റെ മേളിലാണ് കൂടുതലും സ്ക്രാച്ചസ്, വരകൾ, കറകൾ എല്ലാം കാണുന്നത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതായത് ആ ക്ലിയർ കോട്ടിങ്ങിൻ്റെ ഒരു തിന്നായിട്ടുള്ളൊരു ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോഴാണ് ഡെപ്ത് കൂടിയ സ്ക്രാച്ചസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത് കുറയുന്നത്. അതിന് മേളിലുള്ള, അതായത് നമ്മുടെ ഈ ക്ലിയർ കോട്ടിങ്ങിന് മേളിലുള്ള സ്ക്രാച്ചസ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവും. കറകൾ കാര്യങ്ങളെല്ലാം പോവും. അതേപോലെ ഡെപ്ത് കൂടിയ സ്ക്രാച്ചസിൻ്റെ വിസിബിലിറ്റി കുറയും. ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളാണ് നമ്മളിപ്പോൾ പോളിഷിങ്ങിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ്ങിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്ട്രാ ഗ്ലോസി ആവും, ഇച്ചിരി കൂടെ ഒരു ഷൈനി ആവും, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്കിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ്സാണ് ഈ ഒരു ബ്ലൂ പാഡും ഈ ഒരു യെല്ലോ പാഡുമാണ് നമ്മൾ നോർമൽ പോളിഷിങ്ങിന് വേണ്ടിയിട്ട് കട്ടിങ്ങിനും ഫിനിഷിങ്ങിനുമായിട്ട് യൂസ് ചെയ്യുന്ന പാഡ്സാണിത്.